ഇപ്പൊ വേടനെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. പാലക്കാട് ഒരു BJP നേതാവിന്റെ ഭാര്യ അത് നരേന്ദ്രമോദിയെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ആരാ പറഞ്ഞത് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ അവകാശമില്ല എന്ന് ജനാധിപത്യ സമൂഹത്തിൽ? വേടൻ മാത്രമല്ല, വേടൻ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള നിരവധിയായ വിമർശനങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായി ആ വിമർശനങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും, ഉയരുക തന്നെ ചെയ്യും. എത്ര കേസുണ്ടായ ഭ്രാന്ത് വന്നാൽ എങ്ങനെയൊക്കെയാവും എന്നുള്ളതിന്റെ ഒരു തെളിവായി ഇന്ന് കണ്ടത്. എന്താ? മൈസൂർ പാക്ക് കണ്ടില്ലേ പത്രത്തിൽ? മൈസൂർ പാക്ക് എന്ത് മാറ്റി? പാക്ക് മാറ്റി. പാക്കിന്റെ അകത്ത് പാകിസ്ഥാനുമായിട്ട് എന്തോ വന്നിട്ടുണ്ടെന്നാണ് പാക്കിന്. എന്നിട്ട് എന്താക്കി? പേര് മാറ്റി. ഒരു ഭീകരക്കാരൻ തന്നെ മാറ്റി, ഒരു RS-കാരനാണ്. എന്നിട്ട് പറഞ്ഞു ഇനി മൈസൂർ ശ്രീ, മൈസൂർ ശ്രീ, മൈസൂർ പാക്കിന് പകരം മൈസൂർ ശ്രീ. ഒരു തരം ഭ്രാന്താണ്. ഈ ഭ്രാന്ത് ഉത്പാദിപ്പിക്കുന്ന ഇവിടെ നിന്നാണ്, ഈ പശ്ചാത്തലത്തിൽ നിന്നാണ്. മനുസ്മൃതിയുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥയുടെയും നമ്മളിവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അടിമതുല്യമായിട്ട് ജീവിച്ച ആ കാലഘട്ടത്തിന്റെ അതിനവർ കൊടുത്ത പേരാണ് സനാതന ധർമ്മം എന്ന സാമൂഹിക രീതി. അസംബന്ധമായിരുന്നു ജീവിതത്തിന്റെ. അതങ്ങനെ അതിനെതിരായിട്ട് വർത്താനം പറയുന്നത് പോലും ദേശവിരുദ്ധമാണെന്നാണ് ഇപ്പൊ പറയുന്നത്. ഇവര് കുറെ ആളുകൾ ദേശത്തിന്റെ അധിപന്മാരായിട്ട്, ആ ദേശീയത നേരത്തെ പറഞ്ഞാണ് ദേശീയത ഹിന്ദു ദേശീയതയിൽ ആര് പെടില്ല? പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരൊന്നും പെടില്ല. അതുകൊണ്ടാണ് ആർക്കെതിരായിട്ട് ഇപ്പൊ കലാപം, ഒരാൾക്കെതിരായിട്ട് ഇപ്പൊ കലാപം തുടങ്ങിയിട്ടുണ്ടല്ലോ, വേടനെതിരായിട്ട്. വേടന്റെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ സംസ്കൃതമല്ല എന്നാ പറയുന്നത്, സംസ്കൃതം. എന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഈ വേടന് പട്ടികജാതിക്കാരന് എപ്പോഴാണ് ഈ കല എന്ന് പറഞ്ഞാൽ ഏത് കലയാ? റാപ്പ് മ്യൂസിക്. റാപ്പ് എന്ന ഈ കലാരൂപം എങ്ങനെയാണ് പട്ടികവർഗത്തിന്, പട്ടികജാതിക്കാരന് കിട്ടിയത് എന്നാണ് ഒരുത്തന്റെ ചോദ്യം. ആ ചോദ്യത്തിന്റെ സ്പിരിറ്റ് എന്താ? ചാതുർവർണ്ണിയാണ്. വെറുതെ ഒരു ചാതുർവർണ്ണം എന്ന് പറഞ്ഞാൽ പോരാ, ഓരോ പദപ്രയോഗങ്ങളെയും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ചാതുർവർണ്ണം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് പറയാണ് കലാഭാസമാണ്. കലാഭാസം എന്താ? കലാഭാസം ചാട്ടുളി പോലെ ഈ വർഗീയ ശക്തികൾക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയെ കാത്തു സൂക്ഷിക്കുന്ന ശക്തികളുടെ നെഞ്ചിലേക്ക് എയ്തുവിടുന്ന അമ്പ് പോലെ, ചാട്ടുളി പോലെ വാക്കുകൾ പ്രയോഗിക്കാനുള്ള കഴിവാണ്, ശേഷിയാണ് മറ്റെല്ലാ റാപ്പ് മ്യൂസിക്കിൽ നിന്നും വ്യത്യസ്തമായി വേടനെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായി പ്രഖ്യാപിച്ചു. RS-കാരുണ്ട്, പിന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വക്താക്കളുണ്ട്, ഇപ്പൊ BJP-കാരുണ്ട്. ഇവരെല്ലാം വേടനെതിരായിട്ട് അതിശക്തിയായിട്ടുള്ള കടന്നാക്രമണം നടത്താൻ തീരുമാനിച്ച് തയ്യാറായി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സ് ഒരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു, വേടൻ ഉപയോഗിക്കുന്ന പദങ്ങളും ഇപ്പൊ വേടനെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. പാലക്കാട് ഒരു BJP നേതാവിന്റെ ഭാര്യ അത് നരേന്ദ്രമോദിയെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ആരാ പറഞ്ഞത് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ അവകാശമില്ല എന്ന് ജനാധിപത്യ സമൂഹത്തിൽ? വേടൻ മാത്രമല്ല, വേടൻ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള നിരവധിയായ വിമർശനങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായി ആ വിമർശനങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും, ഉയരുക തന്നെ ചെയ്യും. എത്ര കേസുണ്ടായ, എത്ര ശക്തമത്തായ കടന്നാക്രമണത്തിന്റെ രീതിയിലുള്ള കേസുണ്ടായാലും ഈ ഇന്ത്യൻ ജനത അത്തരത്തിലുള്ള ശക്തിയായ വിമർശനങ്ങൾ ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായി ഉന്നയിക്കുക തന്നെ ചെയ്യും. അതിനെ കോടതിയേക്ക് അതിന്റെ എല്ലാം പിന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതേപോലെ തുടർന്നാൽ ഇവൻ ദേശവിരുദ്ധനാണെന്ന് പ്രഖ്യാപിച്ച് കൽത്തുറുങ്കിൽ അടക്കുമെന്നാണ് അടുത്ത സ്റ്റേജ്. ആരെയും പിടിക്കാൻ വേണ്ടി ഇടിയും അതുപോലെ തന്നെ കുറെ എണ്ണുണ്ട് ഇല്ലേ? CBI ഉൾപ്പെടെയുള്ള കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന
ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്ന് പരിശുദ്ധമായിട്ട് ഭരണഘടന വിവക്ഷിക്കുക, ഇലക്ഷൻ കമ്മീഷനും കോടതി ഉൾപ്പെടെയുള്ള CAG ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുണ്ട്. എല്ലാം ഇപ്പോഴ് അർദ്ധ സൈനിക വിഭാഗമായ RSSന്റെ പിടിയിലാണ് അമർന്നിട്ടുള്ളത് എന്ന അതിശക്തിയായ വിമർശനമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുന്നത്. കോടതി തന്നെ പറഞ്ഞ 2 തത്ത കൂട്ടിൽ കിടക്കുന്ന തത്തയാണ് ഈ CBIയെ പറ്റി, EDയെ പറ്റിയൊക്കെ. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണം, ഇപ്പോഴും വേടനെ പോലെയുള്ള കലാകാരന്മാർക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. കലാഭാസം എന്ന് പറയുന്നത് വെസ്റ്റേൺ സ്റ്റൈലിൽ എത്രയോ കാലമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു 10, 20, 25 കൊല്ലത്തിന്റെ മുമ്പ് തന്നെ ആരംഭിച്ചതാണ് ഈ പറയുന്ന പാട്ടിന്റെ രീതി. ഇപ്പോ റാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താ റാപ്പ്? ഞാൻ പത്രക്കാരോട് ചോദിച്ചു, കുറെ തിരുവനന്തപുരം എന്താണ് റാപ്പ്? റിതം ആൻഡ് പോയട്രിയാണ്. റിതം ആൻഡ് പോയട്രി. അപ്പൊ അതിന്റെ വ്യക്തമാണ്, പദ്യരൂപത്തിലാണ് അവതരിപ്പിക്കുക, എന്നാൽ അതിനൊരു താളുണ്ട്, താളാത്മകമായ രീതിയിൽ അതൊരു മ്യൂസിക്കായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ലോകത്ത്. അതിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട പതിപ്പ് യഥാർത്ഥത്തിൽ വേടനായിരുന്നില്ല. വേടനെ പോലെ തന്നെ നിരവധി ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ വേടനാണ് ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം വേടൻ സാമൂഹിക ജീവിതത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ശക്തിയായിട്ട് ഉയർത്തിയത്. അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് പറയാൻ സാധിക്കും. വേടനെ പിടിച്ചപ്പോ 8 ആളുകൾ കൂടി ചേർന്ന് എറണാകുളത്ത് ഒരു ലോഡ്ജിൽ താമസിക്കുന്നതിനിടയിൽ അവിടെ 6 ഗ്രാം കഞ്ചാവോട് കൂടിയാണ് പിടിച്ചത്. 6 ഗ്രാം കഞ്ചാവേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നത് ശരിയാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. തെറ്റാണ്. ആ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റിമാൻഡിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ തന്നെ പറഞ്ഞു, ആദ്യം പല വ്യാഖ്യാനവും വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അത് പറഞ്ഞിങ്ങനെയാണ്, വേടൻ കുട്ടികളോടും ചെറുപ്പക്കാരോടും അവരുടെ ആരാധനാമൂർത്തിയാണ് വേടൻ. ചെറുപ്പക്കാര് 15 വയസ്സ് 16 വയസ്സ് മുതൽ അങ്ങോട്ടാണ്. ആ ചെറുപ്പക്കാരുടെ ഒരു ഗുരുഭൂതനെ പോലെയാണ് അവർ കാണുന്നത്. അങ്ങനെയുള്ള വേടൻ ഒരിക്കലും കഞ്ചാവ് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞ കാര്യം വേടൻ തന്നെ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. അതോടുകൂടി ആ അധ്യായം തീർന്നു. പിന്നീട് വേടൻ പറഞ്ഞു, ഇനി എന്നെ ശരിയായ രീതിയിൽ നയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിന്റെ നിലപാട് വന്നപ്പോഴാണ് എന്നെ ശരിയായ ദിശയിലേക്ക് എത്തിച്ചത്. ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ഇനി ഞാൻ ആവർത്തിക്കില്ല. അത്രയും പറഞ്ഞാൽ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിലെ സാംസ്കാരിക ഘടകങ്ങൾ ഉൾപ്പെടെ എല്ലാം വേടന് മാപ്പ് നൽകി വേടനെ സ്വീകരിക്കണം. അതാ ചെയ്തത്. അങ്ങനെ വേടനെ സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു, ശരിയായ രീതിയിൽ സ്വീകരിച്ചു. അപ്പോഴാണ് RSകാരന്, BJPക്കാരന്, അതുപോലത്തെ ക്ഷേത്ര സമിതിക്കാരിക്ക് എല്ലാം വളരെ വികാരപരമായ പ്രശ്നം വരുന്നത്. വേടനെ ദേശസുരക്ഷയുടെ പേരുൾപ്പെടെ ഉപയോഗപ്പെടുത്തി കേസ് ഉൾപ്പെടെ ചാർത്തി ജയിലിലടക്കുക എന്നുൾപ്പെടെയുള്ള അജണ്ട, അതിന്റെ ഭാഗമായിട്ട് BJP നേതാവിന്റെ ഭാര്യ കോടതിയിലേക്ക് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗൗരവമുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തിന്റെ ഒരു ബഹിർഗമന രൂപം മാത്രമായിട്ടേ കാണേണ്ടിയുള്ളൂ. ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് 430 സീറ്റ് വേണം എന്നാണ് BJP പറഞ്ഞിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 430 സീറ്റ് വരെ വേണം. 370 മുതൽ 430 വരെ സീറ്റ് ഞങ്ങൾക്ക് വേണം എന്നാണ് പറഞ്ഞത്. ആ സീറ്റ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ജനത BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നൽകിയില്ല. ഇപ്പൊ കൂട്ടുകക്ഷി ഗവൺമെന്റ് ആണ്. ആ കൂട്ടുകക്ഷി ഗവൺമെന്റിന്റെ പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായിട്ടും ഇപ്പോഴും പുതിയ അജണ്ടയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആ അജണ്ടയെ പറ്റിയൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് ഭീകരവിരുദ്ധ പ്രസ്ഥാനം, അത് ഇന്ത്യയുടെ തന്നെ ഒരു പൊതു പ്രസ്ഥാനമാണ്. ഭീകരവാദത്തെ ആരും അംഗീകരിക്കുന്നില്ല. ഭീകരവാദികളെ കൃത്യമായി പാഠം പഠിപ്പിക്കണമെന്ന കാര്യത്തിനും യാതൊരു തർക്കമില്ല. പക്ഷേ അതൊരു യുദ്ധപരിയായി മതവർഗീയവാദികളുടെ വിഭജനത്തിനുതകുന്ന രീതിയിൽ
വാക്ക് എന്ന പദം പോലും ഏതെങ്കിലും ഒരു മധുര പലഹാരത്തിന് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയത അത് വരുമ്പോ സ്വാഭാവികമായിട്ടും ജാഗ്രതയോടെ കരുതിയിരിക്കണം. എല്ലാ തരത്തിലും വരും. ഇതെല്ലാം ഒരുതരം വിഷാണ്. വിഷം കലക്കാനാണ്. സമൂഹത്തിന്റെ ബോധ നിലവാരത്തെ വിഷം കൊണ്ട് അഭിഷേകിക്കാനാണ് ഇപ്പോഴും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരു പത്രക്കാരൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാനവിടെ നിന്റെ ഈ വിഷം അവസാനിപ്പിക്കും. ചോദ്യങ്ങളെല്ലാം ഒരു വിഷം രൂപത്തിലാണ്. കലർത്തണ്ട. മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഈ സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ ആരായേണ്ടത്. ഭീകരതക്കെതിരായിട്ടുള്ള യോജിച്ച ഒരു പോരാട്ടമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതാണ് കാശ്മീരി ജനത ആഗ്രഹിക്കുന്നത്. അപ്പോ അതുകൂടി ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാനാവുക എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇനി അവസാന ഭാഗമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ അതിന്റെ തന്നെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇന്ത്യയുടെ ഭാവി നിർണയിക്കാനുള്ള അധികാര വികേന്ദ്രീകരണത്തിന്റെ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം, ഒരു ഭരണകൂട വ്യവസ്ഥ രൂപപ്പെടുത്തി ജനാധിപത്യ വിരുദ്ധമായി മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർത്ത് ഒരു ഹിന്ദുത്വ രാജ്യം സൃഷ്ടിച്ച് ഭരണഘടന അതിനനുകൂലമായി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി മനു സിദ്ധാന്തത്തിന്റെ ഭാഗമാക്കി ഉപയോഗിച്ച് നമുക്ക് ഈ ഇന്ത്യയെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ആഗോള സാമ്പത്തിക വ്യവസ്ഥ ഗുരുതരമായ പ്രതിസന്ധിയിൽപ്പെട്ട് അതിന്റെ തന്നെ ഉൽപ്പന്നമായ നവഫാസിസത്തിന്റെ പുതിയ പ്രവണതകൾ ലോകവ്യാപകമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ പിൻപറ്റി അതേ രീതിയിലുള്ള ആശയങ്ങളും നിലപാടുകളും ഇവിടെയും ഇന്ത്യയിലും നടപ്പിലാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതയുള്ള ഫാസിസ്റ്റ് രീതിയുള്ള അതിലേക്ക് ജനങ്ങളെ ആകെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തെ പ്രതിരോധിക്കുക എന്നതുകൂടി ഫെഡറൽ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഉൾച്ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് എന്നതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മറ്റു വിശദമായ ഭാഗങ്ങളിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല. ഇന്ന് നമ്മുടെ മുമ്പിൽ നിലവിലുള്ള ഭരണഘടനയെങ്കിലും സംരക്ഷിക്കണം. നിലവിലുള്ള ഭരണഘടന പൂർണ്ണമാണ് എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. നിലവിലുള്ള ഭരണഘടന ഇത്രയും കാലം മുന്നോട്ടേക്ക് പോയപ്പോ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും തന്നെയാണ് ചെയ്തത് അടിസ്ഥാനപരമായിട്ട്. അല്ലെങ്കിൽ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ BJP-യുടെ കഴിഞ്ഞ 8-10 കൊല്ലക്കാലത്തെ ഭരണം ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായിട്ട് എങ്ങനെ ഇന്ത്യൻ മുതലാളിയെ വളർത്താം എന്നാണ് പരീക്ഷിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളികളുടെ പട്ടികയിലേക്ക് എങ്ങനെ ഇന്ത്യൻ മുതലാളിമാരെ അദാനിയെയും അംബാനിയെയും വളർത്താം എന്നാണ് അവർ ശ്രമിച്ചത്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. നമ്മുടെ പഴയ പോപ്പും ഇപ്പോഴത്തെ പോപ്പും രണ്ടാളും ഇത് പാടില്ല എന്നാ പറഞ്ഞത്. രണ്ട് പോപ്പും പറഞ്ഞത് ലിയോ 14-നും ഫ്രാൻസിസ് മാർപ്പാപ്പയും. രണ്ടാളും പറഞ്ഞത് ഈ സാമ്പത്തിക കേന്ദ്രീകരണം ശരിയല്ല എന്നാണ്. അത്രേ അവർക്ക് പറയാൻ സാധിക്കുള്ളൂ. അത്രയും പറയുന്നതിൽ നമ്മൾ ഊഹിക്കേണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇതിന് വേറെ വഴിയൊന്നുമില്ല. ഇതിന് വേറെ ഒരു വഴിയില്ല. ഞാൻ ഈ പറയുന്ന വഴി മാത്രമേ ഒറ്റ വഴി. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത്, ദശലക്ഷക്കണക്കിന് കോടി ഉൾപ്പെടെ ആസ്തി വാരി കൂട്ടാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? യാദൃശികമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടൊന്നുമല്ല, നരേന്ദ്രമോദിയുടെ സഹായം കൊണ്ട് മാത്രമല്ല. അത് കുറെ കൂടും. അടിസ്ഥാനപരമായ പ്രശ്നമാണ്. ആ അടിസ്ഥാനപരമായ പ്രശ്നം സമ്പത്തുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സമ്പത്തുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എങ്ങനെയാണ് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഞാനതിന്റെ അർത്ഥശാസ്ത്ര തലത്തിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇതിങ്ങനെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യം. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു. എല്ലാവർക്കും അറിയുന്നതാണ്. അത് മുതലാളിത്ത പ്രതിസന്ധിയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് വളരെ വ്യക്തമാണ്. ഞാൻ അതിന്റെ നിർവചനത്തിലേക്ക് കടക്കുന്നില്ല. ഉൽപാദനോപാധികൾ ആരുടെ കയ്യിലാണോ, ഉൽപാദനോപാധികൾ ആരുടെ കയ്യിലാണോ അവരുടെ കയ്യിലേക്കാണ്
ഉൽപാദന പ്രക്രിയയിലൂടെ ആർജിക്കുന്ന മിച്ചമൂല്യം മുഴുവൻ ചെന്നുപെടുന്നത്. ഈ മിച്ചമൂല്യം ചെന്നുപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത്. വെറുതെ ആവുന്നതല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയും ലിയോ 14 മാർപ്പാപ്പയും ഈ കേന്ദ്രീകരണമാണ് ലോകത്തിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്ന് ഇപ്പോഴും പറയുന്ന സാഹചര്യത്തിൽ ഇതിന് ഒറ്റ പോംവഴി മാത്രമേ ഉള്ളൂ. ഒരേ ഒരു പോംവഴി. എന്താ? വളരെ ലളിതമാണ്. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് പകരം സാമൂഹ്യ ഉടമസ്ഥതയിലേക്ക് എത്തുക. സാമൂഹ്യ ഉടമസ്ഥതയിലേക്ക് എത്തിയാൽ എന്താ? ഈ AI ഉൾപ്പെടെയുള്ള ഏറ്റവും അവസാനത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ സമൂഹത്തിന്റെ പൊതുസ്വത്താവും സമൂഹത്തിലെ ഓരോരുത്തരുടെയും ജീവിതത്തെ നിർണയിക്കും. അവന് കൂടുതൽ വിശ്രമ സമയം ലഭിക്കും. അവന് കൂടുതൽ വരുമാനം കിട്ടും. അവന് സുന്ദരമായി ജീവിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കാം. ആർക്ക്? എല്ലാവർക്കും, എല്ലാ മനുഷ്യർ. ഇതാണ് മാർപ്പാപ്പയും ഈ 2 മാർപ്പാപ്പമാരും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം. അത് തന്നെയാണ് ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിൽ മാറ്റം വരുത്തുക. ഉൽപാദനോപാധികൾ പൂർണ്ണമായിട്ടും ജനങ്ങളുടെ സമൂഹത്തിന്റെ കയ്യിലാവുക. ശാസ്ത്ര സാങ്കേതിക വിദ്യയെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക. ആ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ എല്ലാ നേട്ടങ്ങളും ജനങ്ങൾക്ക് മുഴുവൻ കിട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തുക. ഇപ്പോഴും ഉൽപാദനോപാധികൾ കൈവശം വെക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അത് കലാപത്തിലേക്കും വിപ്ലവത്തിലേക്കും നയിക്കുന്ന പുതിയ വഴി തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള അതിന്റെ ഗുണമേന്മ മുഴുവൻ ലഭിക്കാൻ പോകുന്നത് അവർക്ക് മാത്രമാണ്. അപ്പോഴും മാർപ്പാപ്പ പറയുന്നത് പോലെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയാണ് ചെയ്യുക. ഇത് മാറണം. ഇത് ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ. അപ്പോ ഫെഡറൽ സംവിധാനം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള മൗലികമായ മാറ്റം വരും ഭരണഘടനയിലൂടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഭരണഘടനയ്ക്ക് പരിമിതിയുണ്ട്. ഭരണഘടന പട്ടിണി അവസാനിപ്പിക്കുന്നതല്ല പൂർണ്ണമായിട്ട്. ഈ സമ്പത്തിന്റെ കേന്ദ്രീകരണം അവസാനിപ്പിക്കുന്നതല്ല ഭരണഘടന. എന്നാൽ നവഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഒരു ഉപകരണം ഏതാ? നമ്മുടെ കയ്യിലുള്ള ഒരു ഉപകരണം ഈ ഭരണഘടന തന്നെയാണ്. ഈ ഭരണഘടനയ്ക്ക് എന്തെല്ലാം പരിമിതി ഉണ്ടെങ്കിലും, ഈ ഭരണഘടനയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഇനിയും വരുത്തേണ്ടതുണ്ട് എങ്കിലും, ഫാസിസത്തിലേക്ക് നീങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നവഫാസിസ്റ്റ് രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെ പ്രതിരോധിക്കാൻ എന്തു വേണം? ആ ഭരണഘടന വേണം. അപ്പൊ ഈ ഭരണഘടനയും ഈ ഭരണഘടനയിലെ ഞാൻ ഈ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫെഡറൽ സംവിധാനത്തെ ഉൾപ്പെടെ, ജനാധിപത്യ സംവിധാനത്തെ ഉൾപ്പെടെ, മതനിരപേക്ഷ സംവിധാനത്തെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ട് ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തെ എതിർക്കാൻ നമുക്കാവണം. വർഗീയ ശക്തികളെ എതിർക്കാൻ നമുക്കാവണം. അതിന് അതിവിപുലമായ ഒരു ജനസഞ്ചയത്തെ നമ്മൾ ഒരുക്കണം. വർഗീയവാദികൾ എന്ന് പറയുന്നത് ഒരു ചെറിയ ന്യൂനപക്ഷം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, ഇത് 3 മതമാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വ്യത്യസ്ത മതങ്ങളുണ്ടെങ്കിലും മതങ്ങളുടെ സത്ത ഒന്നാണ്. അതൊരിക്കലും വർഗീയമല്ല. വിശ്വാസി വർഗീയവാദിയല്ല എന്നർത്ഥം. വിശ്വാസി വർഗീയവാദിയല്ല. വർഗീയവാദിക്ക് വിശ്വാസം ഇല്ല. വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണ്. കാരണം മതവും വിശ്വാസവും രാഷ്ട്രീയത്തിലേക്ക് കലർത്തി ഭരണാധികാരിയാവുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് വർഗീയവാദിക്ക്. അത് ഹിന്ദുവിന്റെ പേര് ഉപയോഗിക്കും, മുസ്ലിമിന്റെ പേര് ഉപയോഗിക്കും, ക്രിസ്ത്യാനിന്റെ പേര് ഉപയോഗിക്കും. ക്രിസ്ത്യാനിക്ക് കേരളത്തിൽ അത്രത്തോളം ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും കാസ ആ രീതിയിൽ വരികയാണ്. കാസ ശരിയായ വർഗീയ വിഭാഗം തന്നെയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്നുള്ളതാണ്. അപ്പൊ മുസ്ലിം വിരുദ്ധത ശക്തിപ്പെടുത്താൻ ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും ചിലരെല്ലാം പ്രോത്സാഹിപ്പിച്ച് കാസയെ മുന്നോട്ടേക്ക് നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപകടത്തിന്റെ അങ്ങേ തലയിൽ ഒരു സംശയം ഉണ്ടാവണ്ട.
ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്ന ഇത്രയേ ഉള്ളൂ. വിശ്വാസികളായ സാധാരണ മനുഷ്യർ, അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും, വർഗീയവാദ നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നീ ക്രിസ്തീയ വിഭാഗത്തിന്റെ അകത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്ന കാസ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ വളരെ ചെറു ന്യൂനപക്ഷമാണ്. പക്ഷെ അവരാണ് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന കേരളീയ സമൂഹത്തിലെയും ഇന്ത്യൻ സമൂഹത്തിലെയും ജനവിഭാഗങ്ങൾ മഹാഭൂരിപക്ഷം ആരാ? വർഗീയതയെ പ്രതിരോധിക്കാൻ, നവഫാസിസത്തിലേക്കുള്ള യാത്രയെ തടയാൻ, ഫെഡറൽ സംവിധാനത്തെ ഇന്നത്തെ രീതിയിലെങ്കിലും നിലനിർത്താൻ നമുക്ക് ആശ്രയിക്കാവുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ വിഭാഗം ജനങ്ങൾ ആരാണ് എന്നാണ് ചോദ്യം. തൊഴിലാളികൾ ആരാ? അപ്പൊ തന്നെ നമുക്ക് വ്യക്തതയില്ല എന്ന് ഉറപ്പായിരുന്നു. നമുക്ക് വ്യക്തതയില്ല, ഒരു സംശയവും വേണ്ട. ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതാണ്, വിശ്വാസികളാണ്. തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും വർഗ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനവും എല്ലാം അതിന്റെ ഒപ്പം ചേരും. പക്ഷെ ഏറ്റവും പ്രബലമായ വിഭാഗം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദശലക്ഷക്കണക്കിന് കോടി മനുഷ്യർ വിശ്വാസികളാണ്. ആ വിശ്വാസികൾ ആരല്ല? ഞാൻ വക തിരിച്ചു പറഞ്ഞത് വെറുതെയല്ല. ആ വിശ്വാസികൾ ആരല്ല? വർഗീയവാദികളല്ല. വർഗീയവാദികൾക്ക് എന്തില്ല? വിശ്വാസമില്ല. അപ്പോൾ വർഗീയവാദിയുടെ രാഷ്ട്രീയ അജണ്ട എന്താണ്? മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭരണത്തിലേക്ക് കടക്കുക, അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനി സമൂഹം സൃഷ്ടിക്കുക. ഇതാണ് ഉദ്ദേശം. അപ്പൊ ഇവിടെ നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ ആരാ? ഇനി പറ ഉത്തരം. ആരാ? വിശ്വാസികൾ ഉൾപ്പെടെയുള്ള. അപ്പോ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ, തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ജനതയെ ആകെ ചേർത്ത് ഈ നവഫാസിസത്തിലേക്കുള്ള പ്രയോഗത്തിന് ഭരണഘടനാപരമായ ഉള്ളടക്കത്തിൽ നിന്ന് വർഗീയ വിരുദ്ധ പ്രസ്ഥാനം ശക്തിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഭരണഘടനയെയും സംരക്ഷിക്കാനാവില്ല, ജനാധിപത്യത്തെയും സംരക്ഷിക്കാനാവില്ല, മതനിരപേക്ഷതയെയും സംരക്ഷിക്കാനാവില്ല, ഫെഡറൽ സംവിധാനത്തെയും സംരക്ഷിക്കാനാവില്ല. ഇതെല്ലാം ഉടപ്പുറപ്പുകളെ പോലെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോന്നോരോന്നാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഭരണഘടനയെ തന്നെ സംരക്ഷിക്കാൻ വളരെ വിപുലമായ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായിട്ട് വിശ്വാസികളെ തന്നെ നമ്മൾ മുഖവിലക്കെടുക്കണം. അവരെല്ലാം ചേരുന്ന അതിവിപുലമായ വിശാലമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വേച്ഛാധിപത്യത്തിലേക്ക്, ഫാസിസത്തിന്റെ പുതിയ തലത്തിലേക്ക് നീങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂട സംവിധാനത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനുള്ള ശേഷി ജനകീയ പ്രസ്ഥാനങ്ങളാണ്. ഇവരൊന്നുമല്ല, ജനങ്ങളാണ്. ആ ജനങ്ങൾ ഫലപ്രദമായിട്ട് ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 430 സീറ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തന്നെ കിട്ടാതിരുന്നത്. 2% വോട്ട് മാറിപ്പോയി എങ്കിൽ ഈ ഗവൺമെന്റ് ഉണ്ടാവില്ലായിരുന്നു. 2%. കോൺഗ്രസ് ഒരു ഗൗരവതരമായ രീതിയിൽ ആ ഇന്ത്യ സഖ്യത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ മുഖവിലക്കെടുത്ത് മുന്നോട്ടേക്ക് പോയിരുന്നുവെങ്കിൽ ഈ BJP രണ്ടാമത് അധികാരത്തിൽ വരും, മൂന്നാമത് അധികാരത്തിൽ വരില്ല. വന്നത് ആ പ്രശ്നം കൂടി ചേർത്തുകൊണ്ടാണ്. ഇപ്പോഴും കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഏതാണ്ട് അതുപോലെ തന്നെയാണ്. BJPക്കെതിരായിട്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പറയേണ്ടി വന്നത്, കൃത്യമായ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ BJPക്ക് എതിരായി കോൺഗ്രസിനാവുന്നില്ല, കേരളത്തിൽ ഒട്ടുമാവുന്നില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കേരളം, ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കുന്നതിനുള്ള ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ട്. അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നിങ്ങൾ വിചാരിക്കണ്ടെങ്കിൽ ഇടക്കിടക്ക് ഓരോ കാര്യം പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാൻ പോവാണ്. സന്ധ്യയായി, മഴ കണ്ടുകാനും കാറ്റും. പക്ഷെ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ ചർച്ച, വളരെ വലിയ ചർച്ച ചാനലിലും ഇനി നാളെ പത്രത്തിലും വരാൻ പോകുന്ന പറഞ്ഞാട്ടെ. നമ്മളിപ്പോഴും 900 പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് ഇന്നലെ പ്രോഗ്രസ് റിപ്പോർട്ട് നാലോ വലിയൊരു പുസ്തകമായിട്ട് ഞാൻ അവിടെ പങ്കെടുത്തതാണ്. പുസ്തകമായിട്ട് തന്നെ ഞങ്ങൾക്കെല്ലാം തന്നു. എല്ലാം ഓരോന്നോരോന്ന് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാനില്ല.
റിപ്പോർട്ടർ ചാനൽ പോലും ശക്തിയായിട്ട് പറഞ്ഞത് പോസിറ്റീവായ കാര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ്. അങ്ങനെ പോസിറ്റീവായ വശം നല്ലതുപോലെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമുക്ക് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെയും ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെയും ഭാഗത്ത് ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ ഞാനൊരു കാര്യം പത്രക്കാരോട് തന്നെ പറഞ്ഞു, ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, ഇനി ഒരു കൊല്ലുണ്ടല്ലോ, അതൊരു വല്ലാതെ കൊല്ലം. എന്താ പറയാ, എന്താ ചെയ്യുക, എന്താ പ്രചരിപ്പിക്കുക? അത് ബൂർഷ്വാ പാർട്ടികൾ മാത്രമല്ല, അതിന്റെ ഏറ്റവും മുന്നണി പോരാളിയാരാ? അതിന്റെ മുന്നണി പോരാളിയാരാ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെയും ഇടതുപക്ഷ വിരുദ്ധതയുടെയും ഗവൺമെന്റ് വിരുദ്ധതയുടെയും മുന്നണി പോരാളിയാരാ? മാധ്യമങ്ങളാണ്, മഹാഭൂരിപക്ഷം മാധ്യമങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, കണ്ണിലെണ്ണയൊഴിച്ച് നോക്കണം, സൂക്ഷിച്ച് വായിക്കണം. വായിക്കുന്നതിന്റെ അപ്പുറം കാണണം, കാണുന്നതിന്റെ അപ്പുറം ചിന്തിച്ച് മനസ്സിലാക്കുകയും വേണം. ഇപ്പൊ വരികൾക്കിടയിൽ വായിക്കാൻ പഠിക്കണം, കാണുന്നതിന്റെ അപ്പുറം കാണാനും പഠിച്ചില്ലെങ്കിൽ എന്തും പറയും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ സാമ്പിൾ ഞാൻ പറയാ. മഴയും പ്രശ്നങ്ങളെല്ലാം വന്നു, പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേ അല്ലേ? ആ നാഷണൽ ഹൈവേയിൽ അവിടെ ഇവിടെയെല്ലാം വിള്ളലുണ്ടായി, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മണ്ണിടിഞ്ഞു, കുന്നിടിഞ്ഞു, പ്രശ്നം ഉണ്ടായി. സത്യം. അപ്പൊ പിന്നെ മെറിറ്റ് ആർക്കാണെന്നാണ് ചോദിക്കുക. അപ്പൊ ചോദിക്കുക, ഈ മെറിറ്റ് ആർക്കാണ്? ഈ മെറിറ്റാണ് ഇവരെ അലോസരപ്പെടുത്തുന്നത്. ഞാൻ ഇന്നലെ പത്രക്കാരോട് ഒരു കാര്യം പറയും, മെറിറ്റൊന്നും വലുതായിട്ട് ചർച്ച ചെയ്യണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ 66ന്റെ പുതിയ പരിഷ്കരണ രീതിയില്ല. വായ അടഞ്ഞുപോയി. പിന്നെ ഒരു അക്ഷരം ചോദിച്ചില്ല. ഞാൻ ഇതാ പറഞ്ഞു, ചോദിച്ചവെല്ലാം പറഞ്ഞു. ഈ നാഷണൽ ഹൈവേ മനോരമ കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. ഈ നാഷണൽ ഹൈവേ, അപ്പോ നാഷണൽ ഹൈവേ ഇല്ല, അത് ഇല്ലാതെ വെച്ചതാണല്ലോ UDF. അതുണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് കൊണ്ടാണ്. ഇനി അതിന്റെ ഭാഗമായിട്ട് പണി തുടങ്ങി. പണിക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ കേരളത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് റോഡ് തരാം, പക്ഷെ പണം വേണം, പണം തരണം. ഒരാളോടും പറഞ്ഞില്ല കേട്ടോ ഇന്ത്യയിൽ, നമ്മളോട് മാത്രമാണ്. നമ്മളാണെങ്കിൽ വലിയ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് 5600 കോടി രൂപ കിഫ്ബി വഴി കൊടുത്തത്. കാരണം റോഡ് പോകണല്ലോ നമുക്ക്, അതിനുവേണ്ടിയാ കൊടുത്തത് 5600 കോടി രൂപ. അങ്ങനെ റോഡിന്റെ പശ്ചാത്തലം രൂപപ്പെട്ടു. റീച്ച് ആയിട്ടാണ് കൊടുത്തത്. ആദ്യത്തെ റീച്ച് അംബാനിയോട് മത്സരിച്ചിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ പ്രസ്ഥാനമായ ഊരാളുങ്കൽ കോൺട്രാക്ട് ലേബർ സൊസൈറ്റിക്കാണ് കിട്ടിയത്. അത് പൂർത്തിയായി. ഏതാണ്ട് കല്ലപ്പാടി മുതൽ ചെങ്കള വരെ ആ റോഡ് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ അപ്പുറം ഓരോ റീച്ചാണ്. ഏതാണ്ട് ഒരു 30, 31, 32 കിലോമീറ്റർ ആണ് ഓരോ കോൺട്രാക്ടർ കൊടുത്തത്. ചിലര് 1ഉം 2ഉം എണ്ണം എടുത്തിട്ടുണ്ട്. അതില് ഇലക്ട്രൽ ബോണ്ട് 980 കോടി കൊടുത്ത കോൺട്രാക്ടർ ഉണ്ട് BJP. 980 കോടി രൂപ നേരത്തെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി തള്ളിയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് ഉണ്ടല്ലോ, കൈക്കൂലി. അത് 980 കോടി കൊടുത്ത കോൺട്രാക്ടർ ഉണ്ട്. അവർക്കെല്ലാം കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ പല സ്ഥലത്തും വിള്ളലുണ്ട്, കുഴപ്പമുണ്ട്, കച്ചറുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് മെറിറ്റ് പോകണമെന്നാണ് ചോദിച്ചു. ഞാൻ ഉറപ്പിച്ച് പറയാണ്, പിന്നെ ആർക്കാ മെറിറ്റ്? ഈ ഗവൺമെന്റിന് തന്നെയാണ് മെറിറ്റ്. ഈ ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഈ നാഷണൽ ഹൈവേ 66 ഇന്നത്തെ രീതിയിലില്ല. അതുകൊണ്ട് ഒളിഞ്ഞു കിട്ടിയല്ലോ എന്നൊരു ആഹ്ലാദ പ്രകടനമാണ് കോൺഗ്രസിനും BJPക്കും. എന്തൊരു അത്ഭുതം! നമ്മളെ റോഡ് പൊളിഞ്ഞു കിട്ടിയല്ലോ. ഇത്ര നല്ലൊരു ചാൻസ് ഇനി വരാനില്ല. ഈ മഴക്ക് സ്തുതി. ആരാ പറയുന്നത്? കോൺഗ്രസ്. ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച രാഷ്ട്രീയ തീരുമാനമെടുത്തവരാവര്. എന്നിട്ട് നാഷണൽ ഹൈവേ കുറെ ഭാഗം പൊളിഞ്ഞപ്പോ, ഇനി ഇങ്ങനെ പൊളിഞ്ഞു കിട്ടിയപ്പോ ഇതാണ് നിങ്ങളുടെ പ്രശസ്തി എന്നാണ്, ഇതാണ് നിങ്ങളുടെ നേട്ടം. അത് നേട്ടം തന്നെയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാ, ഈ നാഷണൽ ഹൈവേ ഇപ്പൊ പൊളിഞ്ഞത് ഉൾപ്പെടെ എല്ലാം ചേർത്ത്
ഈ വരുന്ന വർഷം 2025-26-ന്റെ ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മെയ് മാസമാകുമ്പോഴേക്ക് ഒരു തരത്തിലും പൂർത്തിയാവരുത് എന്ന് UDF-കാരും BJP-കാരും ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയും ഈ ഹൈവേ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാട്. അതിനുതകുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിനെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് പിണറായി പോവുകയാണ്. അത് ഈ മാസം അവസാനമാകുമ്പോഴേക്ക് ആ ദൗത്യം നിർവഹിക്കപ്പെടും. പിന്നെ ഇതിന്റെ ഉത്തരവാദി ഇവിടെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആണെന്ന് പറയാനാണ് ആദ്യം ശ്രമിച്ചത്. ഉത്തരവാദി ഞങ്ങളാണ് എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി കൃത്യമായിട്ട് ഏറ്റിട്ട് ഇത്തരം പരിപാടികൾ നടത്തിയ കമ്പനിയെ കരിമ്പട്ടിയിൽ പെടുത്തി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഉത്തരവാദി ആരാധന മനസ്സിലായില്ലേ? ഞങ്ങൾ പറഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റി ഞങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല, പണം കൊടുത്തു എന്നതിന്റെ അപ്പുറത്തൊന്നുമില്ല, അതിനു വേണ്ടി ഫലപ്രദമായി ഇടപെട്ടു എന്നുള്ളത് ശരിയാണ്. എങ്ങനെ കല്ല് കിട്ടാതിരിക്കുമോ കല്ല് കിട്ടാൻ, മണ്ണ് കിട്ടാതിരിക്കുമോ മണ്ണ് കിട്ടാൻ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടുകാരുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇനി ഇടപെടും. അത് പൂർത്തിയാക്കണം. നാഷണൽ ഹൈവേ പൂർത്തിയാക്കണം. നാഷണൽ ഹൈവേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർക്കണം. ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ പരിശോധിക്കും, ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു കഴിഞ്ഞ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റിനോട്, കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനുള്ളത്, സംസ്ഥാന ഗവൺമെന്റിനും ശ്രദ്ധിക്കേണ്ടത്, അടിയന്തരമായി ഈ കുറ്റങ്ങളെല്ലാം, കുറവുകളെല്ലാം പരിഹരിച്ച് നാഷണൽ ഹൈവേയുടെ ഈ വരുന്ന ഭാഗം മുഴുവൻ, നാഷണൽ ഹൈവേ 66 പൂർണ്ണമായിട്ട് പരിഷ്കരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ അടുത്ത മെയ്ക്ക് മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പാടില്ല എന്ന് UDF പ്രതീക്ഷിക്കുന്നതിന് പകരം അത് തുറന്നു കൊടുക്കുക എന്ന ദൗത്യം നിർവഹിക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ വികസനത്തിന്റെ പാതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലൊന്നായി അത് മാറി തന്നെ ചെയ്യും. അതല്ലാന്ന് വരുത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ പരിസ്ഥിതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാസ്തത്തിലേക്കുള്ള, പ്രത്യേകിച്ച് നിയോ ഫാസ്തത്തിലേക്കുള്ള യാത്രയെ പ്രതിരോധിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. അത് സിവിൽ സർവീസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലൊരു ചർച്ച സംഘടിപ്പിക്കുന്നതിന് മുന്നോട്ടേക്ക് വന്ന് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്